നമസ്തേ നമസ്തേ കൂട്ടുകാരെ, ഞാൻ മിനി ഹരികുമാർ. ദൃഷ്ടിയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഒരു കടങ്കഥയിലൂടെ ഒരു കഥ പറയുവാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. ആദ്യം കടങ്കഥ പറയാം, പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ട കഥയും പറയാം. ഒരിക്കൽ ഒരു പണ്ഡിതൻ ഏകാഗിയായി ഒരു മരച്ചുവട്ടിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് അടുത്തേക്ക് ചെന്നിട്ട് ചോദിച്ചു, പാതി മരച്ചുവട്ടിൽ നാഴിയിൽ പാതി ആടാത്തതെന്ത് എന്ന് ചോദിച്ചു. അപ്പോൾ അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, ഒരുത്തൻ പോയി ഒരുത്തിയായി ഒരുത്തി പെറ്റിരുവരായി ഇരുവരും കരുത്തരായി കരുത്തരും വിരുദ്ധരായി വിരുദ്ധരിൽ ഒരുവൻ്റെ ബന്ധുവിൻ്റെ ശത്രുവിൻ്റെ ഇല്ലം ചുട്ടുകരിച്ചവൻ്റെ അച്ഛൻ്റെ വരവും കാത്തിരിക്കുക. ആദ്യത്തെ സുഹൃത്ത് ചോദിച്ചതിന് ഉള്ള മറുപടി, പാതി മരച്ചൂട്ടിൽ നാഴിയിൽ പാതി ആടാത്തതെന്തെന്നല്ല ചോദ്യം. അതിൻ്റെ ഉത്തരം പാതിമരച്ചോട് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് പകുതി എന്ന് പറയുമ്പോൾ അരഭാഗം, അര എന്നും കൂടെ പറയില്ലേ. അപ്പോൾ പകുതി എന്നുള്ളതിൻ്റെ മറ്റൊരു പേരാണ് അര. പാതി മരച്ചോട് എന്ന് പറയുമ്പം അരയാൽ, അരയാലിൻ്റെ ചുവട്ടിൽ നാഴിയിൽ പകുതി, നാഴികയുടെ പകുതി ഉരിയ എന്ന് നമ്മൾ പറയും. ഉരിയാടാത്തത് എന്ത്? അതായത് ആൽമരച്ചുവട്ടിൽ എന്താണ് മിണ്ടാതിരിക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ അർത്ഥം. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ്, ഒരുത്തൻ പോയി ഒരുത്തിയായി ഒരുത്തി പെറ്റിരുവരായി ഇരുവരും കരുത്തരായി കരുത്തരും വിരുദ്ധരായി വിരുദ്ധരിൽ ഒരുവൻ്റെ ബന്ധുവിൻ്റെ ശത്രുവിൻ്റെ ഇല്ലം ചുട്ടുകരിച്ചവൻ്റെ അച്ഛൻ്റെ വരവും കാത്തിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞ മറുപടി. അതിൻ്റെ അർത്ഥം ഞാൻ പിന്നീട് പറയാം. അത് ഒരു കഥയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ആദ്യം കഥ കേൾക്കാം. മഹാഭാരതത്തിലെ ഒരു കഥയാണ് ഇത്. അത്രി മഹർഷിയുടെയും അനസൂയാദേവിയുടെയും പുത്രനാണ് ഉഗ്രശ്രവസ്. ഉഗ്രശ്രവസിൻ്റെ ഭാര്യയാകട്ടെ മഹാസാധിയായിട്ടുള്ള പാതിവൃത്യത്തിൽ കേൾവി കേട്ട ശീലാവതി. ഈ ശീലാവതിയുടെ ഭർത്താവായിട്ടുള്ള ഉഗ്രശ്രവസ് ഒരു കുഷ്ഠരോഗിയാണ്. കുഷ്ഠരോഗം ബാധിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അവയവങ്ങളെല്ലാം പ്രവർത്തനരഹിതമായി ഇരിക്കുകയാണ്, നടക്കാൻ മേല. അങ്ങനെ ഇരിക്കുന്ന ഉഗ്രശ്രവസിനെ ചുമലിലെടുത്തുകൊണ്ടാണ് ഭിക്ഷയാചിച്ച് ഈ ശീലാവതി കഴിഞ്ഞു പോകുന്നത്. ചുമലിലെടുത്ത് വെക്കും തൻ്റെ ഭർത്താവിനെ, എന്നിട്ട് ഭിക്ഷയാചിക്കാനായിട്ട് പോകും. ഒരു ദിവസം ശീലാവതി തൻ്റെ ഭർത്താവിനെ ഇങ്ങനെ ചുമലിലെടുത്തുകൊണ്ട് പോകുമ്പം ഒരു വലിയ മാളികയുടെ അടുത്തുകൂടി ഇങ്ങനെ പോകുമ്പം അവിടെ നിന്നും ഒഴുകി വരുന്ന ജലം റോഡിലിങ്ങനെ വഴിയിലിങ്ങനെ പരന്നു കിടക്കുന്നു. ആ ജലത്തിൽ ചവിട്ടാതിരിക്കാൻ ശീലാവതി ഈ ഭർത്താവിനെയും ചുമലിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ചാടി കടന്നുപോയി. അപ്പം ഈ തോളിലിരിക്കുന്ന ഈ ഉഗ്രശ്രവസ് ചോദിച്ചു, നീ എന്താ ഇങ്ങനെ ചാടി കടന്നു പോയത്? ആ വെള്ളത്തിൽ ചവിട്ടിൽ എന്താ കുഴപ്പം എന്ന് ചോദിച്ചു. അപ്പോൾ ശീലാവതി പറഞ്ഞു, ദേ ആ കാണുന്ന മാളികയുണ്ടല്ലോ, അതൊരു വേശ്യാഗൃഹമാണ്. അവിടെ നിന്നും ഒഴുകി വരുന്ന ജലമാണ് ഇത്. ശീലാവതിയെ സംബന്ധിച്ച് വേശ്യാവൃത്തി എന്ന് പറയുന്ന പരിപാടി ശീലാവതിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒന്നാണ്. അത്ര അധികം പാതിവൃത്യത്തിൽ കേൾവി കേട്ട ആളാണ് ശീലാവതി. അതുകൊണ്ട് ആ വേശ്യാഗൃഹത്തിൽ നിന്ന് വരുന്ന ജലത്തിൽ പോലും ചവിട്ടില്ല എന്നുള്ള തീരുമാനത്തിൻ്റെ പുറത്താണ് ശീലാവതി അങ്ങനെ ആ വെള്ളത്തിൽ പോലും ചവിട്ടാതെ ചാടിക്കടന്ന് പോയത്. അപ്പം ഇത് പറഞ്ഞപ്പോൾ കുറച്ചു നേരം ചിന്തിച്ചിരുന്ന ഉഗ്രശ്രവസിന് ആകെപ്പാടെ മൂഡൗട്ടായി, ആകെപ്പാടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെയായി. അദ്ദേഹത്തിൻ്റെ ചിന്ത പെട്ടെന്ന് പോയത്, രോഗിയാണെങ്കിലും ശരീരത്തിൻ്റെ മുഴുവൻ എന്താ പറയുക ഭാഗങ്ങളും ക്ഷയിച്ചതാണെങ്കിലും ഉഗ്രശ്രവസിൻ്റെ ചിന്ത പോയത്, ആ വേശ്യാഗൃഹത്തിലെ സ്ത്രീ അല്ലെങ്കിൽ ആ വേശ്യാസ്ത്രീ എത്ര സുന്ദരിയായിരിക്കും. ആ വലിയ മണിമാളികയ്ക്കുള്ളിൽ വളരെ സുന്ദരിയായിട്ടുള്ള ഒരു വേശ്യാസ്ത്രീ ഉണ്ടെന്ന് കേട്ടതോടുകൂടി അയാളുടെ ഉറക്കം നഷ്ടപ്പെട്ടു. അയാൾ ഭക്ഷണം കഴിക്കാതായി. എല്ലായ്പ്പോഴും അയാൾ ആ വേശ്യാസ്ത്രീയെ ചിന്തിച്ചങ്ങനെ ഇരുന്നു. തൻ്റെ ഭർത്താവിൻ്റെ ഭാവമാറ്റം ശീലാവതിക്ക് പെട്ടെന്ന് മനസ്സിലായി. ശീലാവതിക്ക് സങ്കടമായി. എന്താ ഇദ്ദേഹം ഇങ്ങനെ ഭക്ഷണം കഴിക്കാത്തത്, എന്താണ് അദ്ദേഹം ഉറങ്ങാത്തത് എന്നൊക്കെ ചിന്തിച്ച് അവർ തൻ്റെ ഭർത്താവിനോട് തന്നെ ചോദിച്ചു, എന്താണ് അങ്ങയുടെ വിഷമത്തിൻ്റെ കാര്യം എന്ന് ചോദിച്ചു. ഉഗ്രശ്രവസ് യാതൊരു മടിയും കൂടാതെ തൻ്റെ ആഗ്രഹം ശീലാവതിയോട് പറഞ്ഞു. തനിക്ക് ആ വേശ്യാഗൃഹത്തിലേക്ക് പോകണം എന്നുള്ള ആഗ്രഹം പറഞ്ഞു. ശീലാവതി യാതൊരു ബുദ്ധിമുട്ടും മനപ്രയാസവും കൂടാതെ തൻ്റെ ഭർത്താവായിട്ടുള്ള കുഷ്ഠരോഗിയായിട്ടുള്ള ഉഗ്രശ്രവസിനെ ആ വേശ്യാസ്ത്രീയുടെ അടുത്തേക്ക് കൊണ്ടുപോകുവാനായിട്ട് നിശ്ചയിച്ച് ഉറപ്പിച്ച് അയാളെ ചുമലിലെടുത്ത് അങ്ങനെ വേശ്യാഗൃഹം ലക്ഷ്യമാക്കി നടന്നു. ആ പോകുന്ന വഴി ആ കാലം മാണ്ഡവ്യൻ എന്ന് പറയുന്നൊരു മഹർഷിയുണ്ട്. ആ മാണ്ഡവ്യ മഹർഷി ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ ശൂലത്തിൽ ഏറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സമയമായിരുന്നു.
ആ കഥ പിന്നീട് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. അപ്പം അദ്ദേഹം ഇങ്ങനെ വഴിയരികിൽ ശൂലത്തിൽ തറഞ്ഞ് വേദന സഹിച്ച് കിടന്ന് ശൂലത്തിൽ കിടന്ന് പെടയുകയാണ്. ആ സ്ഥലത്തൂടെ വേണം ശീലാവതിക്ക് ഈ വേശ്യാഗൃഹത്തിലേക്ക് പോകുവാൻ. അങ്ങനെ തൻ്റെ ഭർത്താവിനെയും ചുമലിലെടുത്തുകൊണ്ട് ഈ ശീലാവതി വേശ്യാഗൃഹത്തിലേക്ക് പോകുന്ന വഴി മാണ്ഡവ്യ മഹർഷിയെ കാണുന്നു. ഈ ശൂലത്തിൽ കിടന്ന് പിടയുന്ന മാണ്ഡവ്യ മഹർഷിയെ കണ്ട് ശീലാവതിയുടെ ചുമലിലിരുന്ന ഉഗ്രശ്രവസ് ഉറക്ക പൊട്ടിച്ചിരിച്ചു. മഹർഷിയെ കളിയാക്കിക്കൊണ്ട് ഉറക്ക പൊട്ടിച്ചിരിച്ചു. മഹർഷി ആകട്ടെ ഏറെക്കാലമായി ഈ ശൂലത്തിൽ കിടന്ന് പിടയുകയാണ്. ഇത്ര അധികം വേദന സഹിച്ചിട്ടും താൻ നിരപരാധിയായിട്ടും അദ്ദേഹം ആരെയും ശപിക്കുകയോ ആരെയും കുറ്റപ്പെടുത്തുകയോ ചെയ്യാതെ ഇത് തൻ്റെ വിധിയാണ്, താൻ ഇത് അനുഭവിക്കേണ്ടതാണെന്ന് മനസ്സിലോർത്ത് ഇങ്ങനെ സ്വയം ആത്മനിയന്ത്രണത്തിൽ ഏർപ്പെട്ട് ഇരുന്ന മുനിയാണ്. ആ സമയമാണ് ഈ സ്വന്തം ഭാര്യയുടെ ചുമലിലിരുന്നു കൊണ്ട് രോഗിയായിട്ടുള്ള ഈ ഉഗ്രശ്രവസ് സ്വന്തം ഭാര്യയെ കൊണ്ട് എടുപ്പിച്ചുകൊണ്ട് വേശ്യാഗൃഹത്തിലേക്ക് പോകുന്ന കാഴ്ച ഇദ്ദേഹം കാണുന്നതും ആ ഭാര്യയുടെ ചുമലിലിരുന്നു കൊണ്ട് എന്താ പറയുക, പാവപ്പെട്ട ഈ മഹർഷിയെ കളിയാക്കിച്ചിരിക്കുന്നതും മാണ്ഡവ്യ മഹർഷിക്ക് സഹിച്ചില്ല. അദ്ദേഹം ഉഗ്രശ്രവസിനെ അതികോപത്തോടു കൂടിയിട്ട് ശപിച്ചു. നാളെ സൂര്യോദയത്തിന് മുന്നേ നിന്റെ തല പൊട്ടിച്ചിതറിപ്പോകട്ടെ, മരിക്കട്ടെ എന്ന് മാണ്ഡവ്യ മഹർഷി ഉഗ്രശ്രവസിനെ ശപിച്ചു. ഇത് കേട്ട് ശീലാവതിയാണ് ഞെട്ടിപ്പോയത്. കാരണം ഈ ഉഗ്രശ്രവസ് മരിച്ചാൽ അവർ വിധവയാവുകയാണ്. പെട്ടെന്ന് അവരുടെ ചിന്ത പോയി. തൻ്റെ ഭർത്താവിനെ ഭഗവാനെ പോലെ ദൈവത്തെ പോലെ ശുശ്രൂഷിച്ച് ഈ രോഗിയായിട്ട് കൂടി സേവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്, പതിവ്രതയാണ് ശീലാവതി. അവർക്ക് തൻ്റെ ഭർത്താവ് മരണപ്പെടുക എന്ന് പറഞ്ഞാൽ അവർ മരിക്കുന്നതിന് തുല്യമാണ്, താൻ വിധവയായി പോകും എന്നുള്ള ചിന്ത കൊണ്ട് ഞെട്ടിപ്പോയ ശീലാവതി തിരിച്ച് മാണ്ഡവ്യ മഹർഷിയെയും ശപിച്ചു. എൻ്റെ പാതിവൃത്യത്തിന് വിലയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ പാതിവൃത്യം സത്യമെങ്കിൽ നാളെ സൂര്യൻ ഉദിക്കാതെ പോകട്ടെ എന്ന് ശീലാവതി തിരിച്ച് ശപിച്ചു. സൂര്യൻ ഉദിച്ചെങ്കിൽ മാത്രമല്ലേ ഉഗ്രശ്രവസിൻ്റെ തല പൊട്ടിച്ചെതറു. അങ്ങനെ രണ്ടാളിൻ്റെയും ശപഥം കൊണ്ട് സൂര്യൻ ഉദിക്കാതെ പോയി. മഹർഷിയുടെ ശാപം മൂലം സൂര്യൻ ഉദിച്ചാൽ ഉഗ്രശ്രവസിൻ്റെ തല പൊട്ടിച്ചെതറി അദ്ദേഹം മരിക്കും. അങ്ങനെ വരാതിരിക്കാൻ പതിവ്രതയായിട്ടുള്ള ശീലാവതി തിരിച്ചു ശപിച്ചതാണ് സൂര്യൻ ഉദിക്കാതെ പോകട്ടെ എന്ന്. അങ്ങനെ സൂര്യൻ ഉദിക്കാതെയായി. ഹൈന്ദവ പുരാണം അനുസരിച്ച് സൂര്യദേവൻ്റെ സാരഥിയാണ് അരുണൻ. സൂര്യദേവൻ്റെ സഞ്ചാരത്തിൽ അദ്ദേഹത്തെ വഹിച്ചുകൊണ്ടുപോകുന്ന രഥത്തെ തെളിക്കുന്നത് അരുണനാണെന്നാണ് ഹൈന്ദവ പുരാണങ്ങളിലെ സങ്കല്പം. അങ്ങനെ സൂര്യൻ ഉദിക്കാതെ ആകണമെങ്കിൽ അരുണന് ഒരു ദിവസം ഒഴിവ് കിട്ടുകയാണെങ്കിലോ, അരുണന് തേര് തെളിക്കണ്ടാലോ ഒരു ദിവസം. അങ്ങനെ ഒരു ദിവസം അരുണന് വിശ്രമിക്കുവാനുള്ള അവസരം കിട്ടി ഈ ശാപത്തിൻ്റെ ഫലമായിട്ട്. അരുണന് വളരെ കാലം കൊണ്ടുള്ള ആഗ്രഹമാണ് ദേവേന്ദ്രൻ്റെ സദസ്സിലെ നൃത്തത്തെക്കുറിച്ച് അരുണൻ കേട്ടിട്ടുണ്ട്. ഈ നൃത്തം അപ്സര സ്ത്രീകളുടെ നൃത്തം. ഈ നൃത്തം ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് അരുണന് വളരെ വലിയ ആഗ്രഹമാണ്. പക്ഷെ പോകാൻ സമയമില്ലല്ലോ, സൂര്യനെ കൊണ്ട് ഇങ്ങനെ പോകണ്ടേ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഒഴിവ് ദിവസം അരുണന് കിട്ടുന്നത്. അരുണൻ തീരുമാനിച്ചു ആ നൃത്തം ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യം എന്ന്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ ഇന്ദ്രസദസ്സിലേക്ക് അപ്സര സ്ത്രീകളുടെ നൃത്തം കാണുവാനായി അവിടേക്ക് സ്ത്രീകൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. അരുണൻ പുരുഷനാണല്ലോ. അപ്പോൾ എന്തു ചെയ്തു? അരുണൻ ഒരു സ്ത്രീയായി മാറിയത്രേ. സ്ത്രീയായി മാറി വളരെ സുന്ദരിയായ അപ്സര സ്ത്രീകളെ വെല്ലുന്ന സൗന്ദര്യത്തോടു കൂടിയ ഒരു സ്ത്രീയായി അരുണൻ ഈ ദേവേന്ദ്രൻ്റെ സദസ്സിലേക്ക് കടന്നു ചെന്ന് അങ്ങനെ സുന്ദരികളായിട്ടുള്ള അപ്സര സ്ത്രീകളുടെ നൃത്തമൊക്കെ കണ്ട് അങ്ങനെ ആസ്വദിച്ചിരിക്കുമ്പം ദേവേന്ദ്രൻ പതിവിൽ കവിഞ്ഞ സൗന്ദര്യമുള്ള, ഇതുവരെ അവിടെ എങ്ങും കണ്ടിട്ടില്ലാത്ത ഒരു അപ്സരസിനെ കണ്ട് അമ്പരന്നു. ഇതാരാണ് എൻ്റെ സദസ്സിൽ ഒരു പുതിയ ആള് എന്ന് പറഞ്ഞ് ഈ സ്ത്രീ രൂപം ധരിച്ചിരിക്കുന്ന അരുണൻ്റെ അടുത്തേക്ക് വന്നു. അരുണൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ സ്ത്രീയായ അരുണനെ കണ്ട് അതീവമായിട്ട് മോഹിച്ച ഇന്ദ്രൻ അദ്ദേഹത്തെ വളരെയധികം, അതായത് ഈ അരുണൻ സ്ത്രീവേഷം കെട്ടിയ അരുണിയെ കണ്ട് ഇന്ദ്രന് വളരെ വലിയ കാമാവേശം ഉണ്ടായി. അങ്ങനെ ഇന്ദ്രനും ഈ അരുണിയും തമ്മിലുള്ള സംസർഗത്തിൽ അല്ലെങ്കിൽ ഉണ്ടായ പുത്രനാണ് ബാലി. അതിനുശേഷം തിരിച്ച് ഓടിപ്പിടിച്ച് ഈ അരുണൻ സൂര്യൻ്റെ അടുത്തേക്ക് വന്നു. സൂര്യൻ്റെ അടുത്തേക്ക് വരുമ്പം അതിനിടയിൽ സന്ധി സംഭാഷണങ്ങളൊക്കെ ആയി. ഈ സൂര്യൻ ഉദിക്കാതെ വന്നു കഴിയുമ്പോൾ ലോകത്തിൻ്റെ ഗതിവിഗതികളൊക്കെ മാറുന്നു. അങ്ങനെ ദേവന്മാരൊക്കെ ഇടപെട്ടു. അങ്ങനെ അത്രി മഹർഷിയെയും അല്ലെങ്കിൽ അനസൂയാദേവിയെയും ഒക്കെ കണ്ട്
മരുമകളോട് ശാപം പിൻവലിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ട് ദേവന്മാരുടെ നിർദ്ദേശപ്രകാരം ഈ നിവർത്തിയില്ലാതെ അനസൂയാദേവി മകളോട് പറഞ്ഞു. അനസൂയാദേവിയുടെ മകനാണ് മരിച്ചു പോകുന്നത് എങ്കിൽ പോലും ലോക നന്മയ്ക്കായിട്ട് അനസൂയാദേവി മകളോട് പറഞ്ഞു, ഈ ശാപം പിൻവലിക്കണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ശീലാവതി ശാപം പിൻവലിച്ചു. അപ്പോൾ സൂര്യന് വീണ്ടും യാത്ര തിരിക്കേണ്ട സമയമായി. അപ്പോൾ ഓടി പിടിച്ച് ഇങ്ങനെ ഈ അരുണൻ വന്നു. അരുണൻ വന്നപ്പം ഈ സൂര്യൻ ചോദിച്ചു, നീ എവിടെയായിരുന്നു ഇതുവരെ? നിന്നെ കുറേ നേരമായല്ലോ കണ്ടിട്ട് എന്ന് പറഞ്ഞു. നടന്ന സംഭവങ്ങളൊക്കെ അരുണൻ വിശദീകരിച്ചു. അപ്പോൾ സൂര്യദേവൻ പറഞ്ഞു, എനിക്കും ആ രൂപം ഒന്ന് കാണണം, നീ അത്ര സുന്ദരിയായിരുന്നു എന്ന് ചോദിച്ചു. അരുണൻ വീണ്ടും പഴയ അതേ അരുണിയായി, സുന്ദരിയായ ആ അപ്സര സ്ത്രീയായിട്ട് മാറി. ആ സുന്ദരിയെ കണ്ട് സൂര്യഭഗവാനും സൂര്യനും തൻ്റെ ഉള്ളിൽ മോഹമുദിച്ച് സൂര്യനും അരുണിയും തമ്മിലുള്ള സംസർഗത്തിൻ്റെ ഫലമായിട്ടുണ്ടായ പുത്രനാണ് സുഗ്രീവൻ. അപ്പോൾ നമുക്ക് ഇനി നമ്മളുടെ കഥയിലേക്ക് കടന്നു വരാം. അപ്പം ഇന്ദ്രൻ്റെ പുത്രനാണ് ബാലി, സൂര്യൻ്റെ പുത്രനാണ് സുഗ്രീവൻ. സൂര്യപുത്രനും ഇന്ദ്രപുത്രനുമാണെന്ന് നമ്മൾ രാമായണം വായിക്കുമ്പോൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അത് വിശദീകരിച്ച് പോകാനുള്ള സമയമില്ല, എങ്കിലും നമ്മുടെ കടങ്കഥയിലേക്ക് വരാം. അപ്പം നമ്മുടെ കടങ്കഥ എന്തായിരുന്നു? നമ്മുടെ ചോദ്യം എന്തായിരുന്നു? അല്ലെങ്കിൽ ആ പണ്ഡിതൻ്റെ മറുപടി എന്തായിരുന്നു? പണ്ഡിതൻ പറഞ്ഞ മറുപടി, ഒരുത്തൻ പോയൊരുത്തിയായി ഒരുത്തി പെറ്റിരുവരായി ഇരുവരും കരുത്തരായി കരുത്തരും വിരുദ്ധരായി വിരുദ്ധരിൽ ഒരുവൻ്റെ ബന്ധുവിൻ്റെ ശത്രുവിൻ്റെ ഇല്ലം ചുട്ടുകരിച്ചവൻ്റെ അച്ഛൻ്റെ വരവും കാത്തിരിക്കയാ എന്നാ പറഞ്ഞത് അല്ലേ? അപ്പോൾ ഒരുത്തൻ പോയൊരുത്തിയായി, അതാരാ? ഒരുത്തൻ അരുണൻ. ഒരുത്തിയായി സ്ത്രീയായി, ഒരുത്തൻ പോയൊരുത്തിയായി ഒരുത്തി പെറ്റിരുവരായി. ആ സ്ത്രീ രൂപത്തിൽ വന്ന അരുണൻ അല്ലെങ്കിൽ അരുണി പ്രസവിച്ച് 2 മക്കൾ ഉണ്ടായി. ഒരുത്തി പെറ്റ് ഇരുവരായി, അതാണ് ബാലിയും സുഗ്രീവനും. ഒരുത്തി പെറ്റിരുവരായി ഇരുവരും കരുത്തരായി, 2 പേരും കരുത്തരായിട്ട് വളർന്നു. പക്ഷെ വളർന്നു വന്നപ്പോഴോ വിരുദ്ധരായി, 2 പേരും വിരുദ്ധരായിട്ട് പോയി. അതിൽ വിരുദ്ധരിൽ ഒരുവൻ്റെ ബന്ധു ശ്രീരാമൻ. സുഗ്രീവൻ്റെ ബന്ധു എന്ന് പറയുമ്പോൾ സുഹൃത്താണ് ശ്രീരാമൻ. ബന്ധുവിൻ്റെ ശത്രു രാവണൻ. രാവണൻ്റെ ഇല്ലം ലങ്ക, അത് ചുട്ടുകരിച്ചവൻ ഹനുമാൻ. ഹനുമാന്റെ അച്ഛൻ വായു ഭഗവാൻ. ഇല്ലം ചുട്ടുകരിച്ചവൻ്റെ അച്ഛൻ്റെ വരവും കാത്തിരിക്കുകയാണെന്ന്. ആ ഇല്ലം ചുട്ടുകരിച്ചവൻ്റെ ഹനുമാന്റെ അച്ഛൻ വായുവിൻ്റെ വരവും കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല, കാറ്റു കൊള്ളാനിരിക്കുവാടൂ എന്ന് മാത്രമേ അതിൻ്റെ അർത്ഥമുള്ളൂ. എങ്ങനെയുണ്ടായിരുന്നു കൂട്ടുകാരെ? കഥ ഇഷ്ടപ്പെട്ടോ? അപ്പോഴേ ഒരുത്തൻ പോയി ഒരുത്തിയായി ഒരുത്തി പെറ്റിരുവരായി ഇരുവരും കരുത്തരായി കരുത്തരും വിരുദ്ധരായി വിരുദ്ധരിൽ ഒരുവൻ്റെ ബന്ധുവിൻ്റെ ശത്രുവിൻ്റെ ഇല്ലം ചുട്ടുകരിച്ചവൻ്റെ അച്ഛൻ്റെ വരവും കാത്തിരിക്കയാ എന്നാണ് ആ പണ്ഡിതൻ തൻ്റെ സുഹൃത്തിനോട് പറഞ്ഞത്. പാതിമരച്ചൂട്ടിൽ നാഴിയിൽ പാതി ആടാത്തതെന്തെന്ന് ചോദിച്ചപ്പോൾ അരയാലിൻ്റെ ചുവട്ടിൽ എന്താ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നതെന്ന ആ ചോദ്യത്തിൻ്റെ ഉത്തരം. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടിയാണ്, ഒരുത്തൻ പോയി ഒരുത്തിയായി ഒരുത്തി പെറ്റിരുവരായി ഇരുവരും കരുത്തരായി കരുത്തരും വിരുദ്ധരായി വിരുദ്ധരിൽ ഒരുവൻ്റെ ബന്ധുവിൻ്റെ ശത്രുവിൻ്റെ ഇല്ലം ചുട്ടുകരിച്ചവൻ്റെ അച്ഛൻ്റെ വരവും കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഈ അരയാലിൻ്റെ ചുവട്ടിൽ കാറ്റ് കൊള്ളാനിരിക്കുകയാണെന്ന് മാത്രമേ അർത്ഥമുള്ളൂ. നമസ്തേ കൂട്ടുകാരെ, കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, കമൻറ്റും ചെയ്യണം. അതേപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. നമസ്തേ. അടുത്ത കഥയുമായിട്ട് അടുത്ത ദിവസം വരാം. നമസ്തേ.